ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി പറയാം. UDF വരുമല്ലേ? UDF മുഖ്യമന്ത്രി മേൽ സത്യപ്രതിജ്ഞ. നമസ്കാരം. തൃശ്ശൂരിൽ അങ്ങനെ കലോത്സവ പൂരം ഇങ്ങനെ കൊട്ടി കൊട്ടി കയറുകയാണ്. എലഞ്ഞിത്തറ മേളത്തിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എവിടെ തിരിഞ്ഞാലും കലാകാരന്മാരാണ്. ദേ എനിക്കിപ്പം മറ്റൊരു കലാകാരൻ ചേരുകയാണ്. ചാണ്ടിയൂമ്പൻ പുതുപ്പള്ളിയിൽ വണ്ടി പിടിച്ച് നേരെ വന്നിരിക്കുകയാണ്. വന്നാലും കുഴപ്പമാണ്, വന്നില്ലെങ്കിലേ കുഴപ്പമാണ്. വണ്ടി പിടിച്ചു വന്നു പറഞ്ഞോട്. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെത്തിയപ്പോ? പൊളിയാണ്, അടിപൊളി. അല്ല, ഇത്തവണ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടാവും? അല്ല, തീർച്ചയായിട്ടും ഇതൊരു കലയുടെ നാടാണ്, സാംസ്കാരിക തലസ്ഥാനമാണ്. ഇവിടെ എന്താ പറയുക, പുലിക്കളി, അതുപോലെ പൂരവും ബോൺ നറ്റാലയും അതേപോലത്തെ എല്ലാ കലാപരമായ അതുപോലെ സാംസ്കാരികമായിട്ട് ആത്മീയമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെതായ ഒരു ഇമ്പാക്ട് കാണും. പ്രത്യേകിച്ച് വടക്കുന്നാഥന്റെ മണ്ണിന്റെ അടുത്താകുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. അതിവിടെ കാണാറുണ്ട്. വൈബാണ്. അപ്പം ഇനി എന്തെങ്കിലും കോട്ടയത്ത് അല്ലെങ്കിൽ പുതുപ്പള്ളി ആ ഏരിയയുടെ ഒരു കലോത്സവം സംഘടിപ്പിക്കേണ്ടി വന്നാൽ സംഘാടകന്റെ മുണ്ടും മുറുക്കി കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറായി. എനി ടൈം. ഞാനിവിടെ വന്നപ്പോഴേ അവിടെ നിന്നുള്ള ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു ചാണ്ടിയൂമ്മന്റെ സൗണ്ടിൽ ആരോ ഇവിടുന്ന് പാട്ട് പാടുന്നത് കേട്ടു. മിമിക്രി അല്ല അത്. അത് ഞാൻ വിചാരിച്ചോളൂ മിമിക്രി എന്റെ സൗണ്ട് അങ്ങനെ അനുകരിക്കാറായിട്ടില്ല. വരും, അധികം വൈകാതെ വരും. അല്ല, അപ്പം ഇവിടെ വന്നിട്ട് പാട്ട് പാടാതെ പോകുന്നത് എങ്ങനെ അല്ലേ? അത് പാട്ട് പാടുന്നതെന്ന് ചോദിക്കുന്നത്. പാട്ട് വേണം. അവരാരും പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു, ദേ അവിടുന്ന് കൈ കാണിച്ചു, പാട്ട് വേണം. ആദ്യം താങ്കൾ പാടാം, എന്നിട്ട് ഞാൻ പാടാം. എനിക്ക് പാട്ട് അറിയില്ല. ഞാനിവിടെ പാടി പഠിത്തിരിക്കുക. ഞാൻ പാടുമ്പോ ഒപ്പം പാടും. ചാണ്ടിയൂമ്മൻ പാടുമ്പോ ഞാൻ ഒപ്പം പാടും. വരട്ടെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി പറയാം. അതല്ല, കലാകാരന്മാര് തമ്മിലുള്ള മത്സരം നടക്കുന്ന ഒരു സമയമാണ്. നമുക്കാണെങ്കിൽ ഇപ്പൊ അടുത്ത മത്സരത്തിലുള്ള ഒരു സമയമായി. എന്താ സ്ഥിതി? UDF വരുമല്ലേ? UDF മുഖ്യമന്ത്രി മേൽ സത്യപ്രതിജ്ഞ. ചാണ്ടിയൂമ്മൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളവിടെ കാണാൻ അതിനെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ കാണുമല്ലോ. അല്ല, മത്സരത്തിനുള്ള ഒരുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതെല്ലാം UDF പാർട്ടി തീരുമാനം വരുമ്പോൾ നമ്മളെല്ലാം റെഡിയാവും. പുതുപ്പള്ളി തവണ UDF പാർട്ടി തീരുമാനിക്കുന്നത്. ഈ ചാണ്ടിയൂമ്മൻ എപ്പോഴും ഇങ്ങനെയാണ്. കാരണം ഞാൻ പല കുറി ഈ ചോദ്യം ചോദിക്കാൻ ഇലക്ഷന് ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. നിലമ്പൂർ ഇലക്ഷന് കണ്ടിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഇലക്ഷന് കണ്ടിട്ടുണ്ട്. നമ്മൾ ചോദിക്കും. അവസാനം ഇവിടെ നമ്മൾ ബുള്ളറ്റായിട്ട് യാത്ര ഉണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ട ഉത്തരം വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം വന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ഞങ്ങൾ പക്ഷേ ഞാൻ ഡയറക്റ്റ് ചോദിക്കുകയാണ്, ചാണ്ടിയൂമ്മൻ ഈ എന്താ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കലോത്സവ ഒരു കണക്കാക്കുവാണെങ്കിൽ ചാണ്ടിയൂമ്മൻ മത്സരരംഗത്തുണ്ടാവോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും നമ്മളെല്ലാം MLA-മാരാണ്, നമ്മളെല്ലാം അതിന് അർഹരായിട്ടുള്ളവരാണ്, പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുണ്ട്. നാട്ടില് വോട്ട് ഒക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ പാട്ട് പാടുന്ന പരിപാടി ഉണ്ടോ? അങ്ങനെ ചില അവരെ വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ചില MLA-മാരൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്. ഞാൻ ഇലക്ഷന് പാടിയാ പിന്നെ എന്റെ ഉള്ള വോട്ടൂടെ പോകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രേക്ഷകരെ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട്. നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണല്ലോ എന്റെ കൂടെ പാടിക്കുന്നത്. കവിത എഴുതാറുണ്ടോ? കവിത ഇല്ല. കവിത എഴുതുന്ന ആളുകളുണ്ട്. UDF തന്നെ ഒരുപാടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുടെ വഞ്ചകി നിന്റെ കൊഞ്ചലെത്ര കേട്ടു ഞാൻ പറഞ്ഞിട്ട് ഒരു കവിത പണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കവിത അറിയില്ല. ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ട്രൈ ചെയ്തില്ല. എങ്ങനെയുണ്ട് കലോത്സവ നഗരിയിൽ എത്തിയിട്ടെ? അല്ല, ഒന്നാന്തരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണെന്നാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളൊക്കെ 90s കിഡ്സ് ആയിരിക്കാനാണ് സാധ്യത. ഞാൻ ചോദിക്കുന്നത് എന്നാൽ പോലും 90s കിഡ്സ് ആണ്. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്താണ് ഇത്രയൊന്നും വൈബൊന്നുമില്ല. ഞാനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പുലിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. അപ്പോൾ ചാണ്ടിയൂമ്മനെ ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ മുംബൈയിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും ചാണ്ടിയൂമ്മ നല്ല ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. വസ്ത്രം അപ്പം കേരളത്തിലാകുമ്പോൾ ഇനി മുഴുവൻ സമയത്തും ഇത് തന്നെ മതി. അങ്ങനെയല്ല, ഞാൻ ജീൻസ് ഇടാറുണ്ട്, പാൻറ് ഷർട്ട് ഇടാറുണ്ട്, അതേപോലെ തന്നെ മുണ്ട് ഷർട്ടുമാണ്. മിക്കവാറും MLA ആയതിനു ശേഷം കൂടുതൽ ഇതായിട്ടാണ് മുണ്ട് ഷർട്ടുമാണ്. പക്ഷെ ഇൻഫോർമലായിട്ടുള്ള സമയത്ത് ഞാൻ അല്ലാതെയും കൂടും. ഉമ്മൻചാണ്ടി സാർ നടക്കുമ്പോൾ ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെ നടക്കാൻ ഒരു 100 പേരുണ്ടാവും. ചാണ്ടിയൂമ്മൻ വന്നപ്പോൾ പുറകിലൊരു 19 പേരുണ്ട്.
ഇപ്പൊ എന്റെ കഴിഞ്ഞ സ്ഥലത്തോട് ഞാൻ പറഞ്ഞു ഈ ഒപ്പനയ്ക്ക് പെണ്ണിനെ പിടിച്ചോണ്ട് വന്നാൽ പിടിവലിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചോണ്ട് വന്നയാ. ഞാൻ കലോത്സവ നഗരിയിലെ മണവാളിനെ പോലെ അങ്ങ് പിടിച്ചോണ്ട് പോവാ. മതി കൂടുതൽ ഇത് വേണ്ട, ബാക്കി വേണ്ട. അപ്പൊ എന്തായാലും താങ്ക് യു. ഞങ്ങളെ നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം. താങ്ക് യു.